Drama started. Now power went off. Okay, power went off. Drama started. I said, this is my house. This is my house. Sahadev Mandiram, you all know. This is Sahadev Mandiram, Olagattiambalam BO Mavelikira. This is ward number 1 and house number is 89. വീട്ട് നമ്പർ 89 ഭരണിക്കാവ് വില്ലേജും ഇത് വാർഡ് 1 കറണ്ട് പോയി ഡ്രാമയൊക്കെ തുടങ്ങി. ഞാൻ വേറെ എവിടെയോ നിൽക്കുന്നു എന്നുള്ള ഡ്രാമ. ഇത് VK രത്നമ്മ എന്ന് പറയുന്ന എൻ്റെ അമ്മ, അല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ല, ആണുങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ നിൽക്കുന്നത്, എൻ്റെ അടുക്കളയിലാണ് നിൽക്കുന്നത്, മനസ്സിലായോ? എല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിട്ടുണ്ട് എവിടെ നിൽക്കുന്നതെന്നുള്ളതിനൊക്കെ. രാത്രിയിലും 10-11 മണി വരെയുള്ളത് ഇട്ടിട്ടുണ്ട്. 10 മണി വരെയുള്ളത് 10-11 മണി വരെയുള്ളത് ഇട്ടിട്ടുണ്ട്. അല്ലാതെ കണ്ടടമൊന്നും നിരങ്ങുന്നില്ല. ഇങ്ങനെ കണ്ടടമൊക്കെ നിരങ്ങുന്നതൊക്കെയാണ് ഡ്രാമ. ഇവിടുന്ന് എവിടെയോ പോയെന്നും ഒക്കെ അങ്ങ് ഡ്രാമകളായിരിക്കും, പല പല ഡ്രാമകളാണ്. ഇന്ന് വൃശ്ചികം 1 നവംബർ 17. ഇതാ എൻ്റെ വീട്, അല്ലാതെ വേറെ എങ്ങും പോകാറില്ല ഞങ്ങൾ. പല പല ഡ്രാമയുമായിട്ട് നടക്കും ഇങ്ങനെ, പല പല ഡ്രാമയാണ്. സൗണ്ട് കൂടും, സൗണ്ട് കുറയ്ക്കും. കുറേ നേരം മുമ്പ് വരെ സൗണ്ട് ഭയങ്കര കുറവായിരുന്നു, പിന്നെ അങ്ങ് സൗണ്ട് അങ്ങ് കൂട്ടി. അങ്ങനെ പല 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 വേലകളാണ് ഇവന്മാർക്ക്, പല പല ഡ്രാമകളാണ്. സൗണ്ട് കുറയുമ്പോൾ നമ്മുടെ എവിടെയോ ദൂരെയാണെന്നായിരിക്കും ഈ മന്ദിരത്തിൻ്റെ അവിടെ നിന്ന്. പിന്നെ സൗണ്ട് കൂട്ടുമ്പോൾ നമ്മുടെ മന്ദിരത്തിൻ്റെ അടുത്തോട്ട് വന്ന് ഇങ്ങനെയൊക്കെയുള്ള പല പല എന്തെല്ലാം ഡ്രാമകൾ അറിയണമെന്നറിയാമോ ഇവന്മാരുടെ ഡ്രാമകൾ. ഇവിടെ നമുക്ക് കാറുമൊന്നുമില്ല. അത് മോഹൻ സിംഗിൻ്റെ വീട്, അവൻ്റെ വീട്ടിലാണ് കാറ് കിടക്കുന്നത്. KL 31 D6996. ഇത് ആരുടെ വണ്ടിയാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ അവൻ്റെ വീടാണ് അത്. ഇവൻ കുറേ ഡ്രാമയൊക്കെ കാണിക്കും. ഇങ്ങനെ കാർ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്, ഇവിടെ ആരാണ്ട് വന്നെന്നൊക്കെയുള്ള ഡ്രാമകളാണ്. വേറൊരു ഡ്രാമ. This Mohan Singh will be creating dramas that someone is coming here. For that purpose, he will be keeping his car towards my house. This is my house. This Mohan Singh is not at all anybody here. Bitter enemies these criminals are. I never ever goes to their house or anybody's house here. I am always here. ഞാൻ എപ്പോഴും ഇവിടാണ്, വേറെ എങ്ങും പോകാറില്ല. ഇങ്ങനെ കുറേ പല പല ഡ്രാമകളുമായിട്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മളെ എങ്ങനെയെങ്കിലും ഇതാക്കണം എന്നൊക്കെയുള്ള ഡ്രാമയുമായിട്ടാണ് ഇരിക്കുന്ന ഇവന്മാർ, മനസ്സിലായോ? പല പല ഡ്രാമയുമായിട്ടിരിക്കുന്നവന്മാരാണ് ഇവന്മാർ. ഇങ്ങനെ പല രീതിയിൽ എന്താ ജോബ് ലോസ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെ പല പല ഇൻഷുറൻസ് മോഷ്ടിക്കുക നമ്മളെ വെച്ച്. ഇതിനൊക്കെ ആയിട്ടാണ് ഇവന്മാരിരിക്കുന്നത്. ലേസർ, അങ്ങനെ പല രീതിയിലുള്ള എക്യുപ്മെൻസുമായിട്ടാണ് ഇവന്മാരിരിക്കുന്നത്. ലേസർ, പിന്നെ നമുക്ക് വെള്ളത്തിൽ കലക്കി പലത് തരിക, ബ്രൗൺ കളറിൽ ഏതാണ്ടെല്ലാം വെള്ളത്തിൽ കലക്കുക, എന്നിട്ട് ലിവർ ഡിസീസാണെന്ന് പറയുക, നമ്മളെ കറപ്പിച്ചിട്ട്. ഇങ്ങനെ പല പല കള്ളത്തരങ്ങളാണ് ഇവന്മാരുടെ കയ്യിലുള്ളത്. കറണ്ടൊക്കെ ഇപ്പം പോയി ഡ്രാമയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പല പല ഡ്രാമയാണ്. ടപ്പേന്നങ്ങ് കറണ്ട് പോയി. എന്തൊക്കെ ഡ്രാമകളാണെന്നറിയാമോ? ഇനി എത്ര പ്രാവശ്യം കറണ്ട് പോകുമെന്ന് നമുക്കൊന്ന് അറിയണം. ഇങ്ങനെ പല പല വേലകളാണ്. ഇവിടെ വേറെ ആണുങ്ങളൊന്നുമില്ല, ഞാനും വേണ്ടേ. VK രത്നമ്മ എന്ന് പറയുന്ന എൻ്റെ അമ്മയേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ല. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെല്ലാം. ഇവിടെ ആര് വരുന്നു പോകുന്നു എന്നൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള റെക്കോർഡ് ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടുന്നുണ്ട്. ഏതവനാണ് ഇവിടെ വരുന്നത് എന്നെല്ലാം ഉള്ളത്. ഏതവൻ വന്നാലും ശരി, അവനെ റെക്കോർഡ് ചെയ്തിടും, ഏതവനെ ഇവിടെ വരുന്നതെന്നുള്ളത്. പിന്നെ അങ്ങനെ ഡ്രാമയൊക്കെ പണ്ട് കുറേ നടത്തിയതാണ്. സുബ്രഹ്മണ്യൻ്റെ ഒരു മോൻ ഇതുവഴി ഇങ്ങനെ നടക്കുന്നെന്ന് പറഞ്ഞ ഡ്രാമ. പിന്നെ ഞാൻ വില്ല എഴുതി വെച്ചെന്നൊക്കെയുള്ള ഡ്രാമകൾ. എനിക്ക് വില്ല എഴുതേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ഒരു മോളുണ്ട്, അവൾക്കുള്ളത് ഇതെല്ലാം. അല്ലാതെ കണ്ട പെണ്ണുങ്ങളുടെയൊന്നും മക്കൾക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഒരവളുടെയും മക്കളുമായിട്ടൊന്നും എനിക്കൊരു ബന്ധവുമില്ല. അവളൊന്നും എൻ്റെ ആരുമില്ല. പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നത് അവളുടെ കാര്യം നോക്കൂ, ഇതെൻ്റെതാണ്. എനിക്ക് അവളുടെ മക്കൾക്കൊന്നും കൊടുത്ത് വലിയ ഈശ്വരീയത്വമൊന്നും എനിക്ക് നേടണമെന്നൊന്നുമില്ല, മനസ്സിലായി? എനിക്കൊരു കൊച്ചുണ്ട്, അത് കണ്ടവളുടെ ഒന്നും മക്കൾക്ക് പപ്പും പൂടെയൊന്നും പറിക്കേണ്ട കാര്യം എനിക്കില്ല. ഒരവളുടെയും മക്കൾക്ക് പപ്പും പൂടെയും മറിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, മനസ്സിലായില്ലയോ? അവളൊന്നും എൻ്റെ ആരുമല്ല. അവളെയൊന്നും എൻ്റെ വീട്ടിൽ പോലും ഞാൻ കയറ്റത്തില്ല ജീവിതത്തിൽ. എനിക്ക് അവരെയൊന്നും കാണുക വേണ്ട. പല രീതിയിൽ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒന്നും വേണ്ട. ഇന്നലെയും ഒരാളിവിടെ പറഞ്ഞ്, പണ്ട് എന്നെ ഇവിടെ വെച്ച്, ഇവിടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് വന്നപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ ഇവളെന്നോട് ഗുസ്തി പിടിച്ചതൊക്കെ ഓരോരുത്തർ പറയുന്നത് ഇപ്പം. അവർക്കൊക്കെ നല്ല ഓർമ്മയുണ്ട് ഇവളെന്നോട് എങ്ങനെ ഗുസ്തി പിടിച്ചെന്നുള്ളതിൻ്റെ.